ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കംപ്ലീറ്റ്ലി സെറ്റപ്പ് വേറെയാണ്. ഞാൻ വേറൊരു സ്ഥലത്തു നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ശരിക്കും ഓപ്പൺ എയറിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഒരുപാട് റിലാക്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓപ്പൺ എയറിൽ വന്നിട്ട് ഒരു വർക്കൗട്ട് വീഡിയോ ഫിനിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്കൗട്ട് തന്നെ ചെയ്യുന്നത്. ഇനി നമ്മുടെ വർക്കൗട്ടിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 20 to 30 മിനിറ്റ്സ് വരുന്നൊരു വർക്കൗട്ടാണ്. ഇതിനകത്ത് വാമപ്പ് ഉണ്ട്, വർക്കൗട്ട് ഉണ്ട്, കൂൾ ഡൗൺ, അങ്ങനെ കംപ്ലീറ്റ്ലി വരുന്നൊരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് കാലമായിട്ട്, ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ടെങ്കിലും കുറച്ച് കാലമായിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണിത്. ഇത് ഞാനിപ്പം ഈ ഒരു രീതി പിന്തുടരാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഫാറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു വർക്കൗട്ട് പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനകത്ത് അധികം കാർഡിയോ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കൂടുതൽ സ്ട്രെങ്ത് വെച്ചിട്ടുള്ള വർക്കൗട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വെയ്റ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകളാണ്. സ്ക്വാട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അധികം ഇങ്ങനെ ചാടിത്തുള്ളിയിട്ടുള്ള വർക്കൗട്ടുകളല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. പക്ഷേ നിങ്ങൾ സ്ക്വാട്ടിങ് വെച്ചിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നീസിന്, അതായത് മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ചെയറൊക്കെ യൂസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് പറ്റാത്ത വർക്കൗട്ടുകളൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 7 days ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള മാറ്റം, അതായത് നിങ്ങളുടെ വയറും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ ബോഡി ഒരു ടോൺ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്കൗട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അധികം നമ്മൾ സംസാരിച്ച സമയം കളയുന്നില്ല, നേരെ നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാമപ്പ് വെച്ചിട്ടാണ് നമ്മുടെ വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഈ ഒരു വാമപ്പ് പ്രോസസ്സ് മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. സ്കിപ്പ് ചെയ്യാതിരിക്കുക. ചിലരൊക്കെ പറയുന്നത് കേൾക്കാറില്ല, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 minutes ആകുമ്പോൾ തന്നെ തലകറക്കം പോലെ തോന്നുന്നു, വൊമിറ്റ് ചെയ്യാൻ വരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡി വാമപ്പ് ചെയ്യാത്തതാണ്. അതുപോലെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മസിൽ ഗ്രൂപ്പ് അതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസിൽസിലേക്കൊക്കെ പ്രോപ്പറായിട്ട് ബ്ലഡ് സപ്ലൈ കൊടുക്കാനായിട്ടും ഈ ഒരു വാമപ്പ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, പെയിന്, ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനും പ്രോപ്പർ വാമപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വാമപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോയിൻറ്റ്സ്, മസിൽസ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ബോഡി നമ്മൾ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നീട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം ഈ ജോയിൻറ്റ്സും മസിൽസും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചിലർക്ക് ഫ്ലെക്സിബിലിറ്റി കുറവുള്ളതുപോലൊക്കെ തോന്നാം. അതായത് ലെഫ്റ്റിലോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റൈറ്റിലോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോഴോ ഒക്കെ ഫ്ലെക്സിബിലിറ്റി കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷെ അത് നോർമലാണ്. നമ്മൾ ഡെയിലി സ്ട്രെച്ചിങ്ങും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ പയ്യെ പയ്യെ നമ്മളുടെ ആ ഒരു പോസ്ചറും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മുട്ടുവേദന, അതുപോലെ തന്നെ മുട്ടിൽ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഈ കാണിക്കുന്ന തരത്തിലുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ബാക്കി എല്ലാ ടൈപ്പ് വർക്കൗട്ടുകളും നിങ്ങൾക്ക് ചെയ്യാം. അധികം മുട്ടിന് സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടുള്ള വർക്കൗട്ടുകൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വാമപ്പ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഹെഡ് ടു ടോ നമ്മൾ വാമപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഓരോ വർക്കൗട്ടും നമ്മൾ 30 കൗണ്ട്സ് അല്ലെങ്കിൽ 20 കൗണ്ട്സ് ആണ് ചെയ്യുന്നത്. ഞാൻ കൗണ്ട് ചെയ്യും, അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ എല്ലാവർക്കും 30 കൗണ്ട്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വർക്കൗട്ട്, ആ ഒരു കൗണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇനി അധികം ബ്രേക്കില്ലാതെ നെക്സ്റ്റ് വർക്കൗട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1
2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇനി നെക്സ്റ്റ് വർക്കൗട്ടാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇനി നെക്സ്റ്റ് വർക്കൗട്ടാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇനി നമ്മൾ ഡമ്പൽ വെച്ചിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 1 kgയുടെ ഡമ്പലോ അല്ലെങ്കിൽ ഒരു 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലോ യൂസ് ചെയ്യുക. ഞാനിവിടെ ഒരു 2.5 kgയുടെ ഡമ്പലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20.
ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഈ നെക്സ്റ്റ് വർക്കൗട്ടാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇനി നെക്സ്റ്റ് വർക്കൗട്ടാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് വർക്കൗട്ടിന് നമുക്ക് ബ്രേക്ക് ഇല്ല, സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇനി നെക്സ്റ്റ് വർക്കൗട്ടാണ്. നമുക്കിതിന് ഡമ്പൽ വേണ്ട. 1 2 3 4 5 6
7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി നെക്സ്റ്റ് വർക്കൗട്ടാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ മാറ്റിൽ കിടക്കണം. എന്നിട്ടാണ് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി നെക്സ്റ്റ് വർക്കൗട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഡയാസ്റ്റാസിസ് റെക്ടി ഉള്ളവരാണെങ്കിൽ 2 കൈ കൊണ്ടും വയറിലെ മസിൽസ് നല്ലപോലെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഇനി നെക്സ്റ്റ് വർക്കൗട്ടാണ്. ഡയാസ്റ്റാസിസ് റെക്ടി ഉള്ളവരാണെങ്കിൽ വയറിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ ചെയ്യാം. 1, 2, 3, 4,
5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഫൈനലി നമ്മുടെ എക്സസൈസ് നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ഒരു 200 to 300 കലോറി ബേൺ ചെയ്തിട്ടുണ്ടാവും. വെൽ ഡൺ. അപ്പോൾ ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടിലോട്ട് പോവുകയാണ്, കൂൾ ഡൗൺ പാർട്ട്. വാമപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൂൾ ഡൗണും. എക്സസൈസ് ചെയ്ത് പിറ്റേന്ന് തന്നെ ബോഡി പെയിൻ കാരണം പിന്നീട് അങ്ങോട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു കൂൾ ഡൗണിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കൂൾ ഡൗൺ സ്ട്രെസ്സിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു വേദനയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നല്ലപോലെ കൂൾ ഡൗൺ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് ഫിനിഷായി. നമ്മൾ വാമപ്പ്, വർക്കൗട്ട്, കൂൾ ഡൗൺ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബോഡി നല്ലപോലെ ടോൺ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ബോഡി ടെമ്പറേച്ചറൊക്കെ ഒന്ന് നോർമൽ ആവുന്നത് വരെ, നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി നോർമൽ ആവുന്നത് വരെ റെസ്റ്റ് എടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കിടക്കാം. കുറച്ച് നേരം വേണമെങ്കിൽ ഒരു 10 to 20 minutes വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് നാപ്പ് എടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിലോട്ട് നിങ്ങൾ പോയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.